പോസ് ചെയ്തിട്ട് ഈ പ്രോബ്ലം വായിച്ച് മനസ്സിലാക്കട്ടോ. ഈ പ്രോബ്ലം എന്താണെന്നൊക്കെ കഴിഞ്ഞ വീഡിയോയുടെ അവസാനം നമ്മൾ ചെറുതായി ചർച്ച ചെയ്താണ്. അപ്പോൾ അതൊക്കെ ആവർത്തിച്ചിട്ട് ഞാൻ സമയം കളയുന്നില്ല, നേരെ ഇത് സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. പ്രോബ്ലം അത്രയേ ഉള്ളൂ. ഒരു വെക്റ്റർ സ്പേസിൻ്റെ 3 സബ് സ്പേസുകളുടെ യൂണിയൻ ഒരു സബ് സ്പേസ് ആണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് വൺ ഓഫ് ദം കണ്ടെയ്ൻസ് ദി അതർ ടു. ഇത് വായിച്ച് മനസ്സിലാക്കട്ടോ. അപ്പോൾ ഇത് സോൾവ് ചെയ്യുന്നതിന് മുമ്പേ ഈ ബ്രാക്കറ്റ് വായിച്ചാൽ മനസ്സിലാവും. ഈ റിസൾട്ട് പറയുമ്പം ഫീൽഡിൽ 2 എലമെൻറ്റ്സ് മാത്രമുള്ള വെക്റ്റർ സ്പേസുകൾ ഈ റിസൾട്ടിൽ നിന്നും മാറ്റി നിർത്തണം. അപ്പോൾ നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത് അത് എന്തുകൊണ്ടാണെന്നാണ്. അപ്പോൾ ഞാൻ അതിനൊരു എക്സാമ്പിളും അതിനൊരു പ്രൂഫും ഒക്കെ തരും. അപ്പോൾ അത് വെക്റ്റർ സ്പേസ് കൂടുതൽ പരിചയപ്പെടാൻ സഹായിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളും ആലോചിച്ച് നോക്കുക. ഞാൻ ഇവിടെ ഇതാം അതിന് മുമ്പ് നിങ്ങൾ പോസ് ചെയ്തിട്ട് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്കറിയാലോ ഫീൽഡിൽ 2 എലമെൻറ്റ്സ് മാത്രമുള്ള ഫീൽഡ് കഴിഞ്ഞ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ ചർച്ച ചെയ്താണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യുക. ഞാനിവിടെ എഴുതാം, ഒരു എക്സാമ്പിൾ ആദ്യം എഴുതാം. നിങ്ങളും പോസ് ചെയ്തിട്ട് ഒരു എക്സാമ്പിൾ കിട്ടുമോ നോക്കൂ. അപ്പോൾ ഇതാണ് ഈ റിസൾട്ട് ഹോൾഡ് ചെയ്യാത്തൊരു എക്സാമ്പിൾ. ഇവിടെ ഫീൽഡായിട്ട് ആ 0യും 1ഉം മാത്രമുള്ള ഫീൽഡ് എടുത്തു. ഇതിലെ അഡീഷനും സ്കാലാർ മൾട്ടിപ്ലിക്കേഷനൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തുകൊണ്ട് അത് ഞാൻ ഇവിടെ എഴുതുന്നില്ല. ഇനി ഈ ഫീൽഡിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക ഇതാ ഇങ്ങനെ കേട്ടോ. ഇത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുതരാം, F2. അപ്പോൾ ഇത് കണ്ടാൽ മനസ്സിലാക്കണം, ഇത് ഈ 0യും 1ഉം മാത്രമല്ല ആ അഡീഷനും സ്കാലാർ മൾട്ടിപ്ലിക്കേഷനുള്ള ഫീൽഡാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കറിയാം ഫോർ എനി ഫീൽഡ് F raised to n, അതായത് സെറ്റ് ഓഫ് ഓൾ n ടപ്പിൾസ്, ഇതൊരു വെക്റ്റർ സ്പേസ് ആണ്. ഇതിലെ അഡീഷനും സ്കാലാർ മൾട്ടിപ്ലിക്കേഷനും അതൊക്കെ നമ്മൾ ചർച്ച ചെയ്താണ്. സോ ദിസ് ഈസ് എ വെക്റ്റർ സ്പേസ് ഓവർ ദ ഫീൽഡ് F ട്ടോ. ഈ റിസൾട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഫോർ ദിസ് ഫീൽഡ് F raised to 2, അതായത് സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർസ്, ഇതൊരു വെക്റ്റർ സ്പേസ് ആണ് ഓവർ ദിസ് ഫീൽഡ് എന്ന് കാണാൻ പറ്റും. നൈസ്. ഇനി ഞാൻ ഇതിൻ്റെ 3 സബ് സ്പേസുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. W1, W2, W3. ഇതൊക്കെ സബ് സ്പേസ് ആണെന്ന് നിങ്ങൾ സ്വന്തം വെരിഫൈ ചെയ്യുക. ഈ 3 സബ് സ്പേസുകളുടെയും യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമുക്ക് ഈ എൻ്റെ F2 തന്നെ കിട്ടും. അപ്പോൾ ഇതും എന്താണ്, ഒരു സബ് സ്പേസ് ആണ് അല്ലേ. ഫുൾ സ്പേസ് ഒരു സബ് സ്പേസ് ആണ്. ഓക്കെ. ഇനി നോക്കൂ, ഇവിടെ ഈ റിസൾട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടോ. ഈ റിസൾട്ട് ഹോൾഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഈ 3 സബ് സ്പേസുകളിൽ ഏതെങ്കിലും ഒരു സബ് സ്പേസ് മറ്റു 2 സബ് സ്പേസുകളെ കണ്ടെയ്ൻ ചെയ്യണ്ടേ. നിങ്ങളും ശ്രദ്ധിച്ച് നോക്കൂ, ഇവിടെ അങ്ങനെ കണ്ടെയ്ൻ ചെയ്യുന്നില്ല. അപ്പം ഈ റിസൾട്ട് ഹോൾഡ് ചെയ്യാത്തൊരു എക്സാമ്പിളാണ് ഇവിടെ. ഈ ഫീൽഡ്, ഈ വെക്റ്റർ സ്പേസിൻ്റെ ഫീൽഡ് എന്താണ് അല്ലേ, FN-ൻ്റെ ഫീൽഡ് എന്താണ്, F ആണ്. അപ്പോൾ ഈ വെക്റ്റർ സ്പേസിൻ്റെ ഫീൽഡ് എന്താണ്, ഈ F2 ആണ്. ഈ 0 മാത്രമുള്ള 2 എലമെൻറ്റ്സ് മാത്രമുള്ള ഫീൽഡാണ്. അപ്പോൾ ഇത് 2 എലമെൻറ്റ്സ് മാത്രമുള്ള ഫീൽഡ് വരുമ്പം ഇത് ഹോൾഡ് ചെയ്യുന്നില്ല നമ്മൾ കണ്ടു. ഇത് എക്സാമ്പിളായിട്ടാണ് നമുക്ക് ഇതിൻ്റെ പ്രൂഫ് തന്നെ ചെയ്യണം. ഓക്കെ. ഇനി ഇതിൻ്റെ പ്രൂഫിലേക്ക് വരുമ്പം, ഇതിൻ്റെ പ്രൂഫ് എന്ന് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, ഒരു വെക്റ്റർ സ്പേസിൻ്റെ ഫീൽഡിൽ 2 എലമെൻറ്റ്സ് മാത്രമേ ഉള്ളെങ്കിൽ അവിടെ ഈ റിസൾട്ട് ഹോൾഡ് ചെയ്യില്ല എന്നാണ് നമ്മൾ ജനറലി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ പറയുന്നതിന് മുമ്പേ ഒരു നിസ്സാര കാര്യം പറയാനുണ്ട്. അതായത് ഒരു സാഹചര്യത്തിൽ വെക്റ്റർ സ്പേസിൻ്റെ ഫീൽഡിൽ 2 എലമെൻറ്റ്സ് മാത്രമേ ഉള്ളെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ റിസൾട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് പറയാൻ ഇവിടെ ഈ N1 ആവുമ്പോൾ അതായത് F ആവും. അപ്പം നമുക്ക് പറഞ്ഞൂടെ F ഈസ് എ വെക്റ്റർ സ്പേസ് ഓവർ F എന്ന് പറഞ്ഞൂടെ അല്ലേ. R ഈസ് എ വെക്റ്റർ സ്പേസ് ഓവർ R എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പം ഫീൽഡ് തന്നെ വെക്റ്റർ സ്പേസ് ആവും അല്ലേ. ക്ലിയർ. അപ്പോൾ അങ്ങനെ ആകുമ്പം ഈ ഫീൽഡ് അല്ലേ, ദിസ് F ഈസ് എ വെക്റ്റർ സ്പേസ് ഓവർ F എന്ന് പറഞ്ഞൂടെ. ക്ലിയർ ആണല്ലോ. നൈസ്. ഇനി ഈ വെക്റ്റർ സ്പേസിൻ്റെ സബ് സ്പേസുകൾ ഒന്ന് ചെയ്തു. എന്തൊക്കെ സബ് സ്പേസുകൾ അതിനുണ്ടാവുക, പോസ്റ്റ് ചെയ്തിട്ടൊന്ന് സ്വന്തം എഴുതണേ. നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവും ഈ വെക്റ്റർ സ്പേസിന് ഈ 2 സബ് സ്പേസുകൾ മാത്രമേ ഉള്ളൂ. വേറെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ. ഇനി ഈ റിസൾട്ട് ഈ വെക്റ്റർ സ്പേസ് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്കിതിന് 3 സബ് സ്പേസുകൾ വേണം. അപ്പോൾ ആ 3 സബ് സ്പേസുകൾ എഴുതുമ്പോൾ ഇതിൽ തന്നെ ഏതെങ്കിലും ഒന്ന് ആവർത്തിക്കാതെ വയ്യല്ലോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളോട് 3 സബ് സ്പേസ് എഴുതാൻ പറയുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതുന്നുണ്ടാവും, W1, W1, W2. ഇവിടെ W1 ആവർത്തിച്ചു, ഇനി അല്ലെങ്കിൽ W2 ആവർത്തിക്കുന്നുണ്ടാവും, എന്തോ ആവട്ടെ. എനിവേ നിങ്ങൾ 3 സബ് സ്പേസുകൾ എഴുതുമ്പം ചിലപ്പം അതിലൊന്ന് ഇതുപോലെ W2 ആയിരിക്കും, ഇനി അല്ലെങ്കിൽ W2 ഇല്ലാതിരിക്കാം. അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാം W1, ചിലപ്പോൾ അതിനകത്തൊന്ന് W2 ഒക്കെ ആയിരിക്കും. ഇപ്പോൾ ഒന്ന് W2 ആണ്. ഇവിടെ ഇപ്പോൾ ഒന്ന് W2 ആയതുകൊണ്ട് തന്നെ ഈ W2 ഈ മറ്റു 2 എണ്ണത്തിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ നിങ്ങൾ 3 സബ് സ്പേസ് എഴുതുമ്പം അതിലൊന്ന് W2 ആണെങ്കിൽ ആ W2 മറ്റു 2 സബ് സ്പേസുകളെ കണ്ടെയ്ൻ ചെയ്യും. ഇനി അല്ല, നിങ്ങൾ 3 സബ് സ്പേസുകൾ എഴുതിയപ്പോൾ അതിൽ W2 ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ W1 എല്ലാം ഈക്വൽ അല്ലേ. അപ്പോൾ അതിൽ ഒരു W1 മറ്റു 2 W1നെ കണ്ടെയ്ൻ ചെയ്യുമെന്ന് പറഞ്ഞൂടെ പറയാം. അപ്പം ഈ വെക്റ്റർ സ്പേസിൽ 3 സബ് സ്പേസുകൾ എടുക്കുമ്പം അതിൽ ഒരു സബ് സ്പേസ് എന്തായാലും മറ്റു 2 സബ് സ്പേസുകളെ കണ്ടെയ്ൻ ചെയ്യും. പോസിറ്റീവ് മനസ്സിലാക്കുക. ഇനി ഈ വെക്റ്റർ സ്പേസിൽ ഇതിന് കൗണ്ടർ എക്സാമ്പിൾ കിട്ടുമോ? ഇതിന് കൗണ്ടർ എക്സാമ്പിൾ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, 3 സബ് സ്പേസുകൾ കിട്ടണം. സച്ച് ദാറ്റ് അതിൽ ഒരു സബ് സ്പേസ് മറ്റ് 2 സബ് സ്പേസുകളെ കണ്ടെയ്ൻ ചെയ്യാത്ത രീതി കിട്ടണം. മാത്രമല്ല അതിൻ്റെ യൂണിയൻ പിന്നെ ഒരു സബ് സ്പേസ് ആയും വേണം അല്ലേ. ഇപ്പോൾ തൊട്ടുമ്പോൾ നമ്മൾ F2 കൗണ്ടർ എക്സാമ്പിൾ ഉണ്ടാക്കി അങ്ങനെ അവിടെ W1, W2, W3 കിട്ടി. അതിൻ്റെ പ്രത്യേകത എന്താണ്, അതിൽ ഒരു സബ് സ്പേസ് മറ്റ് 2 സബ് സ്പേസുകളെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല.
മാത്രമല്ല അതിൻ്റെ യൂണിയൻ F2 കിട്ടുകയും ചെയ്തു. അപ്പോൾ എന്തായാലും ഇവിടെ കൗണ്ടർ എക്സാമ്പിൾ ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു സബ് സ്പേസ് മറ്റ് 2 സബ് സ്പേസുകളെ കണ്ടെയ്ൻ ചെയ്യാത്ത രീതിയിൽ 3 സബ് സ്പേസുകൾ കിട്ടണം. പക്ഷേ ഈ വെക്ടർ സ്പേസിൽ നമുക്ക് അങ്ങനെ 3 സബ് സ്പേസ് ഇല്ല. നിങ്ങൾ ഏത് 3 സബ് സ്പേസ് എടുത്താലും അതിലൊരു സബ് സ്പേസ് മറ്റ് 2 സബ് സ്പേസുകളെ കണ്ടെയ്ൻ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ സ്പേസിൽ ഇതിന് കൗണ്ടർ എക്സാമ്പിൾ ഇല്ല. സോ ഈ റിസൾട്ട് ഈ വെക്ടർ സ്പേസിൽ ഹോൾഡ് ചെയ്യും. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ നമ്മൾ ഈ F2 ഫീൽഡ് ആയിട്ടുള്ള 2 വെക്ടർ സ്പേസുകൾ പരിചയപ്പെട്ടു. ഇത് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു. ഇതിൻ്റെ അകത്ത് ഈ റിസൾട്ട് ഹോൾഡ് ചെയ്യുന്നില്ല, കൗണ്ടർ എക്സാമ്പിൾ കിട്ടി. ഇത് നമ്മളിപ്പോൾ പരിചയപ്പെട്ടു, ഇതിൻ്റെ അകത്ത് ഈ റിസൾട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മളിതിൻ്റെ ജനറൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരാൻ പോവുകയാണ്. ഞാൻ ഇനി പ്രൂവ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എടുക്കുന്ന വെക്ടർ സ്പേസ് വിത്ത് ഫീൽഡ് F2 അതിൻ്റെ അകത്ത് ഒന്നിൽ കൂടുതൽ നോൺ സീറോ വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ, ഇവിടെ ഇതാ ഒരൊറ്റ നോൺ സീറോ വെക്ടർ അല്ലേ ഉള്ളൂ, ഇത് സീറോ ഇല്ലേ, എല്ലാ വെക്ടർ സ്പേസിലും സീറോ വെക്ടർ ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ ഒരു നോൺ സീറോ വെക്ടറേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ സീറോ വെക്ടർ എന്ന് പറഞ്ഞാൽ ഇതാണ്, പിന്നെ കുറേ നോൺ സീറോ വെക്ടർ ഉണ്ട്. അപ്പോൾ ഞാൻ പറയണു, നമ്മൾ എടുക്കുന്ന F2 ഫീൽഡ് ആയിട്ടുള്ള ഒരു വെക്ടർ സ്പേസിൽ ഒന്നിൽ കൂടുതൽ നോൺ സീറോ വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ ഈ റിസൾട്ട് ഹോൾഡ് ചെയ്തില്ല എന്ന് ഞാൻ പ്രൂവ് ചെയ്യും. അത് ഞാൻ എഴുതുകയും ചെയ്യും, എന്നിട്ട് എഴുതി പ്രൂവ് ചെയ്യും. ക്ലിയർ ആണല്ലോ? നിങ്ങൾ സ്വന്തം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. പ്രൂഫ് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അതിന് മുമ്പേ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഇവിടെ മുതൽ ഇവിടം വരെ ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കൂ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടത്, ഈ സ്പേസിൽ ഈ റിസൾട്ട് ഹോൾഡ് ചെയ്യുന്നില്ല എന്ന് കാണിക്കണം. അതിന് ഈ സ്പേസിൽ ഈ റിസൾട്ടിന് ഒരു കൗണ്ടർ എക്സാമ്പിൾ കൊണ്ടുവരണം അല്ലേ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഈ വിയുടെ സബ്സ്പേസുകൾ എന്ന് പറഞ്ഞിട്ട് 3 സബ്സെറ്റുകൾ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കട്ടോ. അപ്പോൾ ആദ്യം ഈ 3 സബ്സെറ്റുകളും ഇതിൻ്റെ സബ്സ്പേസുകളാണെന്ന് വെരിഫൈ ചെയ്യണ്ടേ. അപ്പോൾ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ സ്വന്തം ട്രൈ ചെയ്യുക, നമുക്ക് ഒരുമിച്ച് വെരിഫൈ ചെയ്യാം. അതിന് ശേഷം ആദ്യം നമുക്ക് W1 സബ്സ്പേസ് ആണോ നോക്കാം. ഇത് സബ്സ്പേസ് ആണോ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഇത് ക്ലോസർ അണ്ടർ അഡീഷൻ ആണെന്നുള്ളത് മാത്രമാണ്. കാരണം സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ ഒന്നും ഒരു വിഷയമില്ല. കാരണം F2-ൽ ആകെ 0യും 1ഉം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ക്ലോസർ അണ്ടർ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ ആണെന്നുള്ള കാര്യം ഈസ് എൻ ഈസി വെരിഫിക്കേഷൻ. പിന്നെ 0 ആണെങ്കിൽ അതിൻ്റെ അകത്തുണ്ടതാണ്. അപ്പോൾ ഇനി ആകെ നമ്മൾ നോക്കേണ്ടത് ഇത് ക്ലോസർ അണ്ടർ അഡീഷൻ ആണെന്നുള്ളത് മാത്രമാണ്. അവിടെ തന്നെ ഒരു പ്രശ്നം ഇതേ ഉള്ളൂ, ഈ U1 + U1 ഇതിൻ്റെ അകത്ത് ഉണ്ടോ അല്ലെ പുറത്ത് പോയി പോകുന്നുള്ളത് മാത്രമാണ്. അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാ ഇവിടെ U1 + U1 = 0 എന്ന് കാണിച്ചിരിക്കുന്നു. ഇവിടെ വെക്ടർ സ്പേസിൻ്റെ പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ 1 + 1 എന്ന് പറയുമ്പം F2-ൽ 1 + 1 എന്ന് പറഞ്ഞാൽ എന്താണ്, 0 അല്ലേ. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് U1 + U1 = 0 എന്ന് കാണിച്ചിരിക്കുന്നു. 0 W1-ലുണ്ട്. അപ്പോൾ W1 ഈസ് ക്ലോസർ അണ്ടർ അഡീഷൻ. അപ്പോൾ W1 ഈസ് എ സബ് സ്പേസ്. ഇനി അതുപോലെ തന്നെ W2ഉം W3 ഒക്കെ സബ് സ്പേസ് ആണ്, നിങ്ങൾക്ക് സ്വന്തം വെരിഫൈ ചെയ്യാം. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഈ 3 സബ്സ്പേസുകളിൽ ഏതെങ്കിലും ഒരു സബ്സ്പേസ് മറ്റ് 2 സബ്സ്പേസുകളെ കണ്ടെയ്ൻ ചെയ്യുമോ? ഞാൻ പറയണു, മറ്റ് 2 സബ്സ്പേസുകളെ പോയിട്ട് ഇതിൽ ഒരു സബ്സ്പേസും മറ്റൊരു സബ്സ്പേസിനെയും കണ്ടെയ്ൻ ചെയ്യില്ല. ഈ W1ഉം W2 അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടെയ്ൻ ചെയ്യില്ല. കാരണം എന്താ, ഈ U1ഉം U2ഉം ഡിഫറെൻറ്റാണ് അല്ലേ. അപ്പോൾ ഇതങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും കണ്ടെയ്ൻ ചെയ്യില്ല. പിന്നെ ആകെ സംശയമുള്ളത് ഈ W3-ൻ്റെ കാര്യത്തിലാണ്. അതിന് നമ്മളിപ്പോൾ കാണിക്കും. ഈ U1 + U2 എന്ന് പറഞ്ഞ സംഭവം അത് 0 അല്ല, U1 അല്ല, U2 അല്ല നമ്മൾ കാണിക്കും. ഈ U1 + U2 വേറെ എന്തോ സാധനമാണ്. അപ്പോൾ പിന്നെ ഈ W3-ക്കും അങ്ങോട്ടോ ഇങ്ങോട്ടോ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് ഈ 3 ഒരു സബ്സ്പേസും മറ്റൊരു സബ്സ്പേസിനെയും കണ്ടെയ്ൻ ചെയ്യില്ല എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം ഇതൊന്ന് കാണിക്കുക. U1 + U2 0യും U1ഉം U2 ഒന്നും അല്ലാന്ന് കാണിക്കാം. ഇവിടെ ഞാൻ ആദ്യം പരിശോധിച്ചത് ഈ U1 + U2 0 ആവുമെന്നുള്ളതാണ്. അപ്പോൾ U1 + U2 0 ആവുകയാണെങ്കിൽ ഇവിടെ 2 സൈഡിലും -U2 ആഡ് ചെയ്തുകൊണ്ട് ഇവിടെ എത്തും. ഇനി -U2-നെ -1 × U2 എന്ന് എഴുതാം. ഇനി F2-ൽ -1 എന്ന് പറഞ്ഞാൽ 1ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ്. F2-ൽ 1ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്താണ്, 1 ആണ്. അതായത് -1 = 1 ആണ് F2-ൽ. അപ്പോൾ എനിക്കിത് എന്ത് എഴുതാം, -1 U2-ന് പകരം 1 U2 എന്ന് എഴുതാം. അപ്പോൾ എന്തായി, 1 U2 U2 അപ്പോൾ U1 = U2 എന്ന് കിട്ടി. അപ്പം U1 + U2 = 0 എന്ന് എടുത്തു കഴിഞ്ഞാൽ U1 = U2 എന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. പക്ഷേ അതല്ലല്ലോ. അപ്പോൾ ഇത് തെറ്റാ. U1 + U2 0 അല്ല. അത് ചുവപ്പ് മഷി എടുത്തതിന് ഇതുകൊണ്ട് ചുവപ്പ് കൊണ്ട് മാർക്ക് ചെയ്യാൻ മാറിപ്പോയതാണ്. ഓക്കെ, ഇനി U1 + U2 0 ആണെന്നുള്ളത് തെറ്റാണ് കേട്ടോ. ഇനി U1 + U2 U1 ആയാലും എന്താ കുഴപ്പം നോക്കാം. U1 ആയാൽ ഇവിടെ ഞാൻ എന്ത് ചെയ്തു, 2 സൈഡിലും -U1 ആഡ് ചെയ്തുകൊണ്ട് U2 = 0 എന്ന് തെളിയിച്ചു. പക്ഷേ U2 എന്തല്ല, 0 അല്ല. അപ്പോൾ U1 + U2 = U1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ U2 = 0 എന്ന് പറയേണ്ടി വരും. പക്ഷേ അത് പറ്റില്ല. അപ്പോൾ ഇതും തെറ്റാണ്. U1 + U2 എന്തല്ല, U1 അല്ല. ഇനി ഇതേപോലെ U1 + U2 = U2 എന്നുള്ളത് ഇതേപോലെ എനിക്ക്
പറയാൻ പറ്റും അതും തെറ്റാണെന്ന്. അപ്പോൾ ഈ U1 + U2 0 ആവാനോ U1 ആവാനോ U2 ആവാനോ ഒന്നും പറ്റില്ല. സോ അത് വേറെ തന്നെ ഒരു വെക്ടറാണ്. സോ ഈ 3 സബ്സ്പേസുകളിൽ ഒരു സബ്സ്പേസും മറ്റ് ഒരു സബ്സ്പേസിനെയും കണ്ടെയ്ൻ ചെയ്യുന്നില്ല. ക്ലിയർ ആണല്ലോ? ഇനി അപ്പോൾ നമ്മളെ കൗണ്ടർ എക്സാമ്പിളിന് വേണ്ടി ഒരു സെറ്റിങ്സാണ്. നമുക്ക് 3 സബ്സ്പേസുകൾ വേണം കൗണ്ടർ എക്സാമ്പിൾ കിട്ടണമെങ്കിൽ. അതിൽ ഒരു സബ്സ്പേസ് ആ 3 ഒരു സബ്സ്പേസ് മറ്റ് 2 സബ്സ്പേസുകളെ കണ്ടെയ്ൻ ചെയ്യാൻ പാടില്ല. അതും ഇവിടെ ഒത്തുവന്നു. ഇനി പക്ഷേ എന്ത് ചെയ്യണം, ഇത് 3 യൂണിയൻ ഒരു സബ്സ്പേസും കൂടി ആയി കഴിഞ്ഞാൽ നല്ല കൗണ്ടർ എക്സാമ്പിളായി. ക്ലിയർ ആണല്ലോ? പോസിറ്റീവ് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ യൂണിയൻ എടുത്ത് നോക്കാം. ഇതിൻ്റെ യൂണിയൻ W1 യൂണിയൻ W2 യൂണിയൻ W3 ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ സ്വന്തം വെരിഫൈ ചെയ്യുക. ഇതൊരു സബ്സ്പേസാണ്. ക്ലോസർ ആൻഡ് അഡീഷനൊക്കെ വളരെ ഈസി ആയിട്ട് കിട്ടും കേട്ടോ. ഇതിലിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടാകണം. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഇതൊക്കെ സംശയം ഉണ്ടാക്കാം. U1 ഇതും കൂടി കൂട്ടുമ്പോൾ U1 + U2 ഇത് എന്താവും എന്നൊക്കെ ഇവിടെ അസോസിയേറ്റീവിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും U1 + U2 എന്നാവും. ഇനി നമുക്കറിയാം ഈ വെക്ടർ സ്പേസിൽ F2 ഫീൽഡായ വെക്ടർ സ്പേസിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെ നമ്മൾ കണ്ടു U1 + U1 = 0 നമ്മൾ തെളിയിച്ചില്ല ഡിസ്ട്രിബ്യൂട്ടീവിലൊക്കെ ഉപയോഗിച്ചിട്ട്. അത് ഒരു വെക്ടറിന് അതോടെ തന്നെ ആഡ് ചെയ്താൽ 0 ആക്കിട്ടെ F2 ഫീൽഡായ വെക്ടർ സ്പേസിൽ. അപ്പോൾ അതുകൊണ്ട് ഇത് 0 ആവും. 0 + U2 എന്താണ് അപ്പം U2. അപ്പോൾ ഇതും ആഡ് ചെയ്യുമ്പോൾ U2 ആക്കിയിട്ടുണ്ട്, പുറത്തു പോയില്ല. ക്ലോസർ ആൻഡ് അഡീഷൻ ആണെന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ എനിവേ ഇതൊരു സബ്സ്പേസാണ്. അപ്പോൾ ഈ സ്പേസിൽ നമുക്ക് എന്ത് കിട്ടി? 3 സബ്സ്പേസുകൾ കിട്ടി. അതിൽ ഒരു സബ്സ്പേസും മറ്റ് 2 സബ്സ്പേസുകളെ കണ്ടെയ്ൻ ചെയ്തില്ല. ബട്ട് ദെയർ യൂണിയൻ ഈസ് എ സബ്സ്പേസ്. അപ്പോൾ ഇതിന് കൗണ്ടർ എക്സാമ്പിൾ ആയാലും പോസിറ്റീവ് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ വിശദമായി ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഈ റിസൾട്ട് പറയുമ്പം എന്തിനാണ് F2 ഫീൽഡായ വെക്ടർ സ്പേസുകളെ മാറ്റി നിർത്തണമെന്ന് എന്ന് പറയുന്നത് നമ്മൾ ചർച്ച ചെയ്തു. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ പ്രൂഫ് പറയാനല്ലേ ഉള്ളൂ. അപ്പോൾ ഇനി പ്രൂഫ് പറയുന്ന സമയത്ത് ഞാൻ ഇനി ഈ വീഡിയോയിൽ ചെയ്യുന്നില്ല, അടുത്ത വീഡിയോയിലേക്ക് ആക്കാം. ഞാൻ ഈ ഭാഗങ്ങളൊക്കെ മാറ്റിച്ചിട്ട് അസ്യൂം V is a vector space with field other than F2 എന്ന് പറഞ്ഞിട്ട് നമ്മളിതങ്ങ് പ്രൂവ് ചെയ്യും. ഓക്കെ, അടുത്ത വീഡിയോ ചെയ്യാം. ഓക്കെ, താങ്ക് യു.